ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തൊക്കെ സന്ദേശങ്ങളാണ് തരാൻ പോകുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം ഈ റീഡിംഗ് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾക്ക് എന്തോ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകുന്നു എന്നാണ്. നിങ്ങൾക്ക് ഫിനാൻഷ്യലി ധനപരമായിട്ട് എന്തോ ഒരു വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ, നിങ്ങളുടെ ചുറ്റിലും തന്നെ വലിയൊരു മാറ്റം നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളൊരു ഹൈ പൊസിഷനിലോട്ട് വരുന്ന പോലെ ആണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഹാർഡ് വർക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ളതിലെല്ലാം തന്നെ നിങ്ങളൊരു വിജയത്തിലേക്ക്, നിങ്ങൾ ആ കാര്യത്തിലെല്ലാം വിജയം ഉണ്ടാകുന്നു, നിങ്ങൾ അതിൽ വിജയിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് വരുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം മുന്നേ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളെ ഇമോഷണലി, നിങ്ങളെ മാനസികമായിട്ടൊക്കെ നിങ്ങൾ തളർത്താൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ചില കാര്യങ്ങളൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല, നിങ്ങളതിനൊരു അധികം വാല്യൂ കൊടുക്കുന്നില്ല, വില കൊടുക്കാതെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അത് വളരെ ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ നിങ്ങളുടെ സ്കില്ലിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നു, നിങ്ങളുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളിൽ വലിയൊരു മാറ്റം വരുന്നുണ്ട്. നിങ്ങളുടെ ചുറ്റിനാണെങ്കിൽ പോലും നിങ്ങളെ ഒരുപാട് ജഡ്ജ് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും കുറ്റവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുറ്റങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്, നിങ്ങളതൊന്നും കേൾക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത്രയും വലിയൊരു ഡ്രീമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെറിയ കാര്യങ്ങളിലൊന്നും സെറ്റിൽ ആവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ ആൾക്കാരെന്തെങ്കിലും പറഞ്ഞു എന്നുള്ളതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹത്തിനെ ചെറുതാക്കരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചിട്ട് നിങ്ങളെ ചെറിയ കാര്യങ്ങളിലേക്ക്, ചെറിയ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ ഒതുക്കാതിരിക്കുക. നിങ്ങൾ ഒരുപാട് സ്വപ്നം കാണുകയും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നല്ലത് തന്നെയാണ്. നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക എന്ന് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഒരു മിറാക്കിളായിട്ടുള്ള ഒരു ചേഞ്ചാണ് വന്നേക്കുന്നത്. ഹൈലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹൈ പൊസിഷനിലോട്ട് നിങ്ങൾ വരുന്ന ഒരു റോയാലിറ്റി, ഒരു രാജകീയത്വം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് ഒന്നെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ട് കൊണ്ടുവന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ അതൊക്കെ ഇന്ന് ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് തന്നെ വരുവാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ മാറ്റം കൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മറുപടി കൊടുക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പഴയതായിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. നിങ്ങളുടെ നേരത്തെ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായിട്ടും, മീൻസ് നിങ്ങളുടെ ഈ മാറ്റം കണ്ടിട്ട് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അവരെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾ അവരെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നിങ്ങൾ മുന്നോട്ട് തന്നെ ധൈര്യപൂർവ്വം വരുന്നുണ്ട്. അത് തന്നെ ഒരു വലിയൊരു മാറ്റമാണ്. ഇമോഷണലി നിങ്ങൾ വളരെയധികം ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം പണ്ടുണ്ടായിരുന്ന വിഷമങ്ങൾ ഒക്കെ തോന്നിയിട്ടുള്ള സിറ്റുവേഷനിലെല്ലാം നിങ്ങൾ ഇപ്പം ധൈര്യപൂർവ്വമാണ് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളാണെങ്കിലും അതൊക്കെ ഡീൽ ചെയ്യുന്നത്. എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളിൽ തന്നെ ഫോക്കസ്ഡ് ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നു. നിങ്ങളിൽ തന്നെ എൻഗേജ് ആവുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങളോട് തന്നെ ആത്മാർത്ഥത കാണിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഇപ്പം മറ്റുള്ളവരുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചില ആൾക്കാർ സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞ് വരുന്ന കൈൻഡ് ഓഫ് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വരുന്നു. നിങ്ങളത് വളരെയധികം പേഴ്സണലായിട്ട് എടുക്കുന്നു. നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളായിട്ട് വ്യക്തിപരമായിട്ട് അതെടുത്തിട്ട് അതിനൊക്കെ പരിഹാരങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ കൂടെ നിന്ന ആൾക്കാരെ, വ്യക്തികളെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ മാറുന്നുണ്ട്. ഒന്ന് ആൾക്കാർ കാരണം നിങ്ങൾ മാറി, അതും അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മൂലം നിങ്ങൾ മാറിയതായിട്ട് തന്നെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ വന്നേക്കുന്ന മാറ്റം എന്ന് പറയുമ്പോൾ അത് വെറുതെ ഉണ്ടായി വന്നിട്ടുള്ളതല്ല. ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങൾ ഓവർകം ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു വലിയ മാറ്റത്തിലേക്ക് വരുന്നത്.
അതിന് പിന്നിൽ ഒരുപാട് വിഷമങ്ങളും വേദനകളും ഉണ്ട്. നിങ്ങൾക്കാണ് നിങ്ങളെപ്പറ്റി ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്. നിങ്ങളെങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നിന്നതെന്നും നിങ്ങളെങ്ങനെയുള്ള ആൾക്കാരെയാണ് നിങ്ങൾ ഡീൽ ചെയ്തത്, എങ്ങനെയുള്ള ആൾക്കാരുടെ കൂടാണ് നിങ്ങൾ സഹകരിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് അത് നല്ല പോലെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം വിഷമങ്ങൾ ഉണ്ട്. എന്നാൽ പോലും നിങ്ങൾ അതിനെയൊക്കെ ഇന്ന് അതൊരു വിഷമമായിട്ടല്ല നിങ്ങൾ കാണുന്നത്. നിങ്ങൾ അതിനെയൊക്കെ വളരെ ധൈര്യപൂർവ്വം അതിനെ തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരിക തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും, ചെറിയ സന്തോഷങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ ഇത് മാത്രമാക്കി തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടേതായിട്ടുള്ള ആൾക്കാരോട് മാത്രം പറയാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. അങ്ങനെ അല്ലാതുള്ള ആൾക്കാരോട് പറയണ്ട എന്ന് തന്നെയാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എങ്ങനെയുള്ളതാണെന്ന് അറിയത്തില്ല അല്ലേ, അവർക്കത് ഇഷ്ടപ്പെടണമെന്നുമില്ല. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു മെസ്സേജായിട്ട് എനിക്ക് പറയാനുണ്ട്. ഈ ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്നതോടെ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ, അതേപോലെ തന്നെ ഡ്രസ്സിങ് രീതിയിൽ വരെ നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ മിണ്ടാതിരിക്കുന്നില്ല പലയിടത്തും. ഇനി ആർക്കും നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ആണ്. നിങ്ങളെ ആർക്കും വിഷമിപ്പിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ കുറേ കൂടി സ്ട്രോങ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇമോഷണലി, മെൻ്റലി, ഫിസിക്കലി ഒക്കെ നിങ്ങൾ കുറേ കൂടെ ഗ്രോ ചെയ്തു എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് കുറേ കൂടെ നിങ്ങൾ ആ ഒരു ഡെവലപ്പായി എന്നാണ്. നിങ്ങൾ ശാരീരികവും മാനസികവും ഒക്കെ ആയിട്ടും നിങ്ങൾ കുറേ കൂടെ വളർന്നിരിക്കുന്നു. നിങ്ങളെ ആർക്കും തളർത്താൻ സാധിക്കുന്നില്ല. നിങ്ങൾ അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡിലോട്ട് വരുവാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും സ്പിരിച്വലി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെന്നാണ്. പല തിരിച്ചറിവുകൾ, അതേപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ അതേ സോൾ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടുമുട്ടുന്നു എന്നും ഉള്ളതും, അതേപോലെ തന്നെ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് സഹായങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം കാരണം, ഫിനാൻസ് കാരണം എന്ന് വെച്ചാൽ ധനപരമായിട്ട് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മുന്നോട്ട് വരുന്ന സമയത്ത് പൈസ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലായിടത്തും നിങ്ങളുടെ ജീവിതത്തിലും എല്ലാ മേഖലയിലും നിങ്ങൾക്കൊരു സമാധാനം വരുന്നു. നിങ്ങൾക്ക് സ്വയം പ്രൗഡ് തോന്നുന്ന, സ്വയം അഭിമാനിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. മേ ബി അതിൻ്റെയൊക്കെ സൈൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അടയാളങ്ങളും അനുഭവങ്ങളും ഒക്കെ ഇപ്പം തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. ചിലർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. കീപ്പ് ഗോയിങ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. അതിനകത്ത് നിങ്ങൾ ഡൗട്ട് വെക്കാതെ തന്നെ ഇരിക്കുക. നിങ്ങൾ കുറേ കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് തന്നെ പോകാനാണ് എനിക്ക് പറയാനുള്ളത്. ആ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഗൈഡൻസ് പോലെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്നും ശ്രദ്ധിക്കേണ്ട എന്ന് തന്നെയാണ്. നിങ്ങളത് മൈൻഡ് ആക്കുകയേ വേണ്ട. നിങ്ങളുടെ കാര്യമേ അല്ല അത്. നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. നിങ്ങൾക്കൊരു വലിയ വിജയം കാത്തിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫിനാൻഷ്യലി നിങ്ങൾക്ക് വലിയൊരു ഫ്രീഡം, ഒരു ഫിനാൻഷ്യൽ പീസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ, നിങ്ങളെയൊക്കെ തിരിച്ചറിയുന്ന ഒരു നിമിഷവും കൂടാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇത്രയും വലിയ ടാലൻ്റ് ഉണ്ടായിരുന്നോ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ഇങ്ങനെ എനിക്ക് സൊല്യൂഷൻ, സ്വയം പരിഹാരം കണ്ടെത്താൻ സാധിക്കുമായിരുന്നോ എന്നൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് അതിശയിക്കാൻ പോകുന്നൊരു സമയവും കൂടാണിത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടക്കത്തില്ല എന്ന് ആഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ അധ്വാനം തന്നെ ഇല്ലാതെ തന്നെ ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിൽ പലതും നിങ്ങൾ ഇനി കണ്ടുമുട്ടത്തില്ല, അല്ലെങ്കിൽ അതൊരു വ്യക്തിയുമായിട്ടുള്ള ഒരു സംസാരമായിരിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹവും ആയിരിക്കാം. ഇനി ഇല്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറാക്കിളായിട്ട്, ഒരു അത്ഭുതം എന്നോണം നടക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മെസ്സേജ് പലരും കേൾക്കേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ചിലർ എന്തൊക്കെയോ കാര്യങ്ങൾ ഒക്കെ ഗിവപ്പ് ചെയ്യാം, ഇത് നിർത്താം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അത് സ്റ്റോപ്പ് ചെയ്യരുത് എന്ന് തന്നെയാണ്. അത് നിങ്ങൾ മുന്നോട്ട് പോകൂ. നിങ്ങൾ ഇതുകൊണ്ട് ഫേമസ് ആവാൻ പോകുന്ന ആൾക്കാരാണ്. നിങ്ങളൊരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ബിസിനസ് മാൻ അല്ലെങ്കിൽ വുമൺ, ആ ഒരു നിലയിൽ നിങ്ങൾ ഫേമസ് ആവാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ജോബ് കൊണ്ട് നിങ്ങൾ ഫേമസ് ആവാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനകത്തൊന്നും ഗിവപ്പ് ചെയ്യരുത് എന്ന് തന്നെയാണ്. നിങ്ങൾക്കതിൽ നിന്ന് ഒരു വലിയ വിജയം കാത്തിരിക്കുന്നു. അത് നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്ന ഒരു വലിയൊരു റിവാർഡായിട്ട് തന്നെയാണ്.
അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന സന്ദേശങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. നിങ്ങളുടെ പ്രതീക്ഷകളൊന്നും കൈവിടണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മുന്നോട്ട് തന്നെ തുടരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതിൽ നിങ്ങൾക്കൊരു വിജയമുണ്ട്. അത് അങ്ങനെ തന്നെ സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഭാവിയിൽ അത് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.